നേരെ കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. അവിടെ നാടകീയ സംഭവങ്ങൾ ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടരുന്നു. ആദ്യം നമ്മൾ കണ്ടിരുന്നു ദീപ്തി മേരി വർഗീസ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞയ്ക്ക് നിൽക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച കണ്ടതാണ്. ഇപ്പോൾ അവിടെ LDFന്റെ കൗൺസിലർമാർ ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ മേയർ കൗൺസിൽ ചട്ടങ്ങൾ പാലിച്ചില്ല. ആദ്യം തന്നെ ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു എന്നുള്ളതാണ്. രേഷ്മ അവിടെ നിന്നും ചേരുകയാണ്. രേഷ്മ, നാടകീയ രംഗങ്ങൾ പലതായി അവിടെ ഉണ്ടാവുകയാണ്. ആദ്യം ദീപ്തി ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ LDFന്റെ കൗൺസിലർമാർ ഉന്നയിക്കുന്നത് എന്താണ് ഈ പുതിയ മേയർക്കെതിരെ? ഗൗതം, പുതിയതായിട്ട് കൊച്ചി മേയറെ തെരഞ്ഞെടുത്തതിന് ശേഷം തൊട്ടടുത്ത സമയത്ത് തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ, അതായത് LDFന്റെ കൗൺസിലർമാർ കൗൺസിൽ ചട്ടം പുതിയ മേയർ ലംഘിച്ചു എന്നുള്ളൊരു ആക്ഷേപം മുൻനിർത്തിക്കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് പുതിയ മേയർ കൗൺസിൽ ചട്ടങ്ങൾ അപ്പാടെ കാറ്റിൽ പറത്തി പഴയ, അതായത് സാധാരണ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അനുമോദനത്തിന്, അതായത് എല്ലാ കക്ഷികളിലെയും കൗൺസിലർമാർക്കുള്ള അനുമോദനത്തിനുള്ള ഒരു അവസരം ഉണ്ടാകും. പക്ഷേ ആ അവസരം ഒന്നും തന്നെ ഒരുക്കാതെ നേരെ UDFന്റെ കൗൺസിലർമാർക്ക് മാത്രം, അവരോട് മാത്രം സംസാരിച്ചതിന് ശേഷം മിനിമോള് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ഒരു കൗൺസിലിൻ്റെ ചട്ടലംഘനമായിട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ, LDFന്റെ കൗൺസിലർമാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് വലിയ രീതിയിലൊരു പ്രതിഷേധമാണെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾ ഇത് ബഹിഷ്കരിക്കുകയാണെന്ന്, അനുമോദന സദസ്സ് ബഹിഷ്കരിക്കുകയാണെന്നുള്ള ഒരു അഭിപ്രായമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആദ്യ ദിവസം, അതായത് ഈ മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മണിക്കൂർ പിന്നിടുന്ന ആ ഘട്ടത്തിൽ തന്നെയാണ് ആ ഒരു കല്ലുകടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അതുമാത്രവുമല്ല, ദീപ്തി മേരി വർഗീസ് VK മിനിമോളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് കാത്തു നിൽക്കാതെയാണ് മടങ്ങിയത്. ഷോൾ അണിയിച്ച് അനുമോദിച്ചതിന് ശേഷം നേരെ പുറത്തേക്ക് പോവുകയായിരുന്നു. ഇത് സംബന്ധിച്ച് DCC അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷിയാസിനോട് കാര്യങ്ങൾ ആരാഞ്ഞ സമയത്ത് അദ്ദേഹം നൽകിയ മറുപടി, നേരത്തെ തന്നെ ദീപ്തി പറഞ്ഞിരുന്നു ചില വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് നേരത്തെ ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ നേരത്തെ പോകുമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നു എന്നുള്ളതാണ് DCC നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതൊരു അസംതൃപ്തിയുടെ പ്രതീകമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടത്. കാരണം VK മിനിമോൾ എന്നുള്ള പേരിലേക്ക് എത്തിയ സമയത്ത് വെട്ടിനിർത്തപ്പെട്ട പേരാണ് ദീപ്തി മേരി വർഗീസിൻ്റേത്. ദീപ്തി അനുകൂലിക്കുന്ന പക്ഷം ഇതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണമടക്കം നടത്തുകയും ചെയ്തിരുന്നു. അജയ് തറയിൽ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ദീപ്തിയെ അനുകൂലിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തു. അതായത് ഈ KPCCയുടെ സർക്കുലർ ചട്ടങ്ങളടക്കം ഈ മേയർ സ്ഥാനത്തേക്ക് പേരുകൾ പരിഗണിച്ച സമയത്ത് അത് പാലിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അതൃപ്തിക്ക് ആധാരമായിട്ടുള്ള സംഭവങ്ങൾ. എന്തായാലും ദീപ്തി മേരി വർഗീസ് രാവിലെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത് പരിഭവമൊന്നുമില്ല, ഈ ഒരു ദിവസം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെതാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് എന്തുകൊണ്ടാണ് ദീപ്തി മേരി വർഗീസ് കാത്തു നിൽക്കാതിരുന്നത്? VK മിനിമോളെ അനുമോദിച്ച് അല്ലെങ്കിൽ ആ വോട്ടെടുപ്പിൽ പങ്കെടുത്ത ശേഷം, തൻ്റെ പാർട്ടിയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്ത ശേഷം നേരെ അനുമോദിച്ചതിന് ശേഷം തൊട്ടു പിന്നാലെ മടങ്ങുകയായിരുന്നു. അതിൽ പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണമോ പ്രതികരണമോ ഒന്നും തന്നെ ദീപ്തിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. DCC നേതൃത്വമാണ് പറയുന്നത് നേരത്തെ ഇങ്ങനെ പോകുമെന്ന്, ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട് എന്നും ദീപ്തി മേരി വർഗീസ് തങ്ങളോട് പറഞ്ഞിരുന്നു എന്ന്. എന്തായാലും ഒരു അസംതൃപ്തി ഇപ്പോഴേ ഉടലെടുക്കുന്നുണ്ട്. നേരത്തെ ഈ ഭിന്നതയും പടലപ്പിണക്കവും അത് മറനീക്കി പുറത്തു വന്നതാണ്. അതിനിടയിൽ തന്നെയാണ് ഈ മേയറെ ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുത്തതിന് ശേഷം ഈ ഒരു നാടകീയ സംഭവങ്ങൾ കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ അരങ്ങേറിയത്. അതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ കൗൺസിലർമാർ പുതിയ മേയർ ചട്ടങ്ങൾ ലംഘിച്ചു എന്നുള്ള ഒരു ആരോപണവും ആക്ഷേപവുമായി രംഗങ്ങൾ അരങ്ങേറുകയാണ്. പുതിയ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്നിപ്പോൾ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് പല രീതിയിലുള്ള, പല സ്വഭാവത്തിലുള്ള നാടകങ്ങൾ അവിടെ അരങ്ങേറുന്നത്. ദീപ്തി മേരി വർഗീസ് വോട്ടെടുപ്പ് ശേഷം സ്വന്തം പാർട്ടിയുടെ മേയറുടെ സത്യപ്രതിജ്ഞ കാണാതെ മടങ്ങുന്നു. അത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറി ഒരു കലാപത്തിലേക്ക് നീങ്ങും എന്നതിൻ്റെ കൃത്യമായ സൂചന നൽകുന്നതാണ്. ഒപ്പം LDFന്റെ കൗൺസിലർമാർ ഇപ്പോൾ പുതിയ മേയർക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. സത്യപ്രതിജ്ഞ ഘട്ടത്തിൽ നിയമലംഘനം ഉണ്ടായി എന്നതാണ് LDF കൗൺസിലർമാരുടെ ആരോപണം.